പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നഴ്സിംഗ് കോളേജുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ വെക്കാൻ നല്ലത്, ഏതാദ്യം വെക്കണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അത് എല്ലാവർക്കും ഒന്നായിരിക്കണം എന്നില്ല, എല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നായിരിക്കണം എന്നില്ല. ഇപ്പോൾ ഞാൻ എറണാകുളത്തുള്ള ഞാൻ ചിലപ്പോൾ പ്രിഫർ ചെയ്യുക എറണാകുളത്തെ കോളേജ് ആയിരിക്കാം. അല്ല, എനിക്ക് ദൂരെ പഠിക്കണം, വീട്ടിൽ നിന്ന് ദൂരെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തിരുവനന്തപുരത്തെ കോളേജും പ്രിഫർ ചെയ്യാം. അപ്പം നമ്മുടെ ഓരോ വ്യക്തിയുടെയും താല്പര്യം അനുസരിച്ചായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്ന കോളേജസ്. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കോളേജ് മോശമാവരുത്. അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ അതിനു മുമ്പേ കൺസിഡർ ചെയ്യാനുണ്ട്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളെ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ LBSO റാങ്ക് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടേതായ രീതിയിൽ ഒരു അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കണം എവിടെയാണ് പോകാൻ നല്ലത് എന്നുള്ളത്. ഈ ഒരു സ്റ്റഡിയിലേക്ക് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ തീർച്ചയായും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കിട്ടും. സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക. അപ്പോൾ ഓരോ കോളേജിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നഴ്സിംഗ് കോളേജ് അത് നല്ലതാണോ എന്ന് എങ്ങനെയാണ് അറിയുക? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനു വേണ്ടി നോക്കേണ്ടതായിട്ടുണ്ട്? ഒന്നാമതായിട്ട്, ഒരു മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ആയിട്ടുണ്ടോ? ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷർ കൂടുതലായിരിക്കും. അവിടെ വരുന്ന രോഗികൾ ഒരിക്കലും കുറയില്ല. നിങ്ങൾക്ക് ആ രോഗികളെ പരിചരിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടുതൽ നേടാൻ എപ്പോഴും അത് സഹായിക്കും. അതുകൊണ്ട് അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ രോഗികളുടെ ഇൻഫ്ലോ ഉള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് കൂടുതൽ നടക്കുന്ന സ്ഥലം ആയിരിക്കണം. ആദ്യം പറഞ്ഞ പോയിന്റും രണ്ടാമത് പറഞ്ഞ പോയിന്റും തമ്മിൽ കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ കാര്യം, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ആണോ നോക്കണം. നാലാമത്തേത്, പാസ് പെർസെൻറ്റേജ്, കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ നിന്ന് പാസ് ഔട്ട് ആവുന്ന അവരുടെ പെർസെൻറ്റേജ്, ആ പാസ് പെർസെൻറ്റേജ് വേറൊരു കാര്യമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ ജോയിൻ ചെയ്യുന്ന കോളേജസിലായിരിക്കും സ്വാഭാവികമായിട്ടും പാസ് പെർസെൻറ്റേജ് കൂടുതൽ. നമുക്ക് ഇപ്പോൾ പാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഹൈ റാങ്ക് കിട്ടിയ കുട്ടികൾ പ്രിഫർ ചെയ്ത കോളേജസ് ഏതാന്ന് നോക്കിയാലും നമുക്ക് ചെറിയ ഐഡിയ ഒക്കെ കിട്ടും. അടുത്ത കാര്യം, PG നഴ്സിംഗ് കോഴ്സുകൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ കൂടുതൽ അവിടെ ആക്ടിവിറ്റീസ്, നഴ്സിംഗിൻ്റെ കുറച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ് കൂടുതൽ കിട്ടുന്നുള്ളത് കൊണ്ട് അതും കൂടെ നോക്കാം. അവിടെ PG നഴ്സിംഗ് അവിടെ ഉണ്ടോ നോക്കണം. പിന്നെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നോക്കുക, അതും നല്ല കാര്യമാണ്. അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ നമുക്ക് നല്ലതാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. നമ്മൾ ദൂരെയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് പോയി വരുന്നവരല്ലെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി താമസിക്കാൻ നമുക്ക് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പഠിത്തത്തിലും നമ്മുടെ കരിയറിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതലും നമ്മൾക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഹോസ്റ്റലോ അല്ലെങ്കിൽ താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോ നോക്കുക. പിന്നെ നോക്കേണ്ടത്, അലുമിനിയുടെ സപ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഭാവിയിൽ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് മാർക്ക് നേടിയ കുട്ടികൾ എവിടെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ആ രീതിയിലും ഈ കോളേജുകളെ ഒന്ന് വിലയിരുത്താൻ പറ്റും. മുമ്പുള്ള വിദ്യാർത്ഥികളും ഏതായാലും ഒരു സ്റ്റഡിയൊക്കെ നടത്തി അന്വേഷിച്ചായിരിക്കുമല്ലോ അവർ ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ചിത്രം തെളിഞ്ഞു വരും ഏതാണ് നല്ല കോളേജ് എന്നുള്ളത്. 2025-26 അഡ്മിഷൻ നടന്നപ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ആ ഒരു കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് മുൻപേ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ന കാറ്റഗറിയിൽ ഉള്ള ഇത്ര വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ഒരുപോലെയൊന്നും ആയിരിക്കില്ല. അതുപോലെ ഇത്ര മാർക്കുള്ള കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല. ഇന്ന നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇത്ര മാർക്കുള്ള കുട്ടികളെല്ലാം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷെ ഞാനിതിവിടെ പറയുന്നത് നിങ്ങൾക്ക് കോളേജിനെ പറ്റിയൊക്കെ അഡ്മിഷൻ എടുത്ത് സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് കോളേജിനെ പറ്റി എന്തെങ്കിലും ഐഡിയ കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ്. അല്ലാതെ ഈ ഇൻഡെക്സ് മാർക്ക് തന്നെയൊന്നും ആയിരിക്കില്ല ഇത്തവണ കിട്ടുന്നത്. ജനറലി ഒരു ഐഡിയ കിട്ടുക, അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് മാർക്ക് നേടിയതും ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയതുമായ കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരമാണ്. അതിന് 2 ബ്രാഞ്ചുകളുണ്ട്, ഒന്ന് മെയിനും 2 അനക്സും.
ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രം മെയിൻ എന്ന് കൊടുത്തിരിക്കുന്ന കോളേജിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. 90 സീറ്റുകളിൽ ആദ്യത്തെ 63 അഡ്മിറ്റഡ് കുട്ടികൾക്കും 300 ആണ് ഇൻഡെക്സ് മാർക്ക്, 100% ആണ്. 63 കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വരുന്നത് 24നും 724നും ഇടയിലല്ല, 24ഉം 724ഉം ഇൻക്ലൂഡഡ് ആണ്. അത്രയും റാങ്കിൻ്റെ ഇടയിലുള്ള കുട്ടികൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കിടയിൽ. അപ്പം ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 724 ഉള്ള കുട്ടിക്കും ഇൻഡെക്സ് മാർക്ക് 300 ആണ്. അതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ പോയിട്ട് നിങ്ങളതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് ഫുൾ മാർക്കാണ്, 300 ആണ്, നിങ്ങൾക്ക് റാങ്ക് 1 കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ നിർബന്ധമില്ല. 724 റാങ്ക് വരെയുള്ള കുട്ടികൾ വരെ 300 മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി കുറച്ചുകൂടെ കണക്കുകൾ ഞാൻ പറയാം. ട്രിവാൻഡ്രം മെയിൻ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് TVN എന്നുള്ള കോഡുള്ള കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്ന റാങ്ക്, അതായത് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ഏറ്റവും അവസാനത്തെ റാങ്ക് അഡ്മിറ്റഡ് ആയിട്ടുള്ളത് 408 ആണ്. 2025 കാര്യമാണ് പറയുന്നത്. 408, 408ാമത്തെ റാങ്കുള്ള കുട്ടിയാണ്. 300 മാർക്കാണ് ആ കുട്ടിക്ക് ഇൻഡെക്സ് മാർക്ക്, സ്റ്റേറ്റ് മെറിറ്റിൽ ഏറ്റവും അവസാനം, അതായത് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. EW എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EW 299.17 കട്ട് ഓഫ് ആയിട്ട്. EZ എന്ന് പറയുന്നത് ഈഴവ, തീയ, ബില്ലവ. EZ തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തേക്കുന്നത് 297.5, അതായത് 1899ാമത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലുള്ള കുട്ടിയാണ്. കമ്മ്യൂണിറ്റി റാങ്ക് 333 ആണ്. മുസ്ലിം കാറ്റഗറി റിസർവേഷനിൽ MU എന്ന് കാണിച്ചിരിക്കുന്നത് മുസ്ലിം റിസർവേഷൻ ആണ്. അതിൽ ഏറ്റവും അവസാനത്തെ മാർക്ക് 298.34 ആണ്. 1435 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 588 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. അടുത്തത് BH എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് ഹിന്ദു ആണ്. തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ വർഷം BH കാറ്റഗറിയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കട്ട് ഓഫ് 298.34 ആണ് മാർക്ക്, ഇൻഡെക്സ് മാർക്ക്. റാങ്ക് 1410 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 63 ആണ്, 63 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. അടുത്തതായിട്ട് SC ആണ് ഞാൻ പറയുന്നത്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് 290 ആണ്. 5240 ആണ് സ്റ്റേറ്റ് മെറിറ്റ്. 127 ആണ് ആ കുട്ടിയുടെ കമ്മ്യൂണിറ്റി റാങ്ക്. അടുത്തതായിട്ട് VK വിശ്വകർമ്മ, അതിൽ ഇൻഡെക്സ് മാർക്ക് 100%, 300 ആണ്. 568 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 17 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. LC ലാറ്റിൻ കാത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ LC എന്ന് പറഞ്ഞാൽ LC കട്ട് ഓഫ് 299.17 ആണ്. 1031 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 420, 420 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. അടുത്തത് BX ആണ്. BX എന്ന് പറഞ്ഞ റിസർവേഷൻ സൂചിപ്പിക്കുന്നത് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ്. 299.17 ഉള്ള കുട്ടിക്കാണ് കട്ട് ഓഫ് 7 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. നെക്സ്റ്റ് RP സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്. കട്ട് ഓഫ് 299.17 ആണ് ഇൻഡെക്സ് മാർക്ക്. 1068 ആണ് റാങ്ക്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ധീവര എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ് DV എന്നോട് സൂചിപ്പിക്കുന്നത്. അവിടെയുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 298.33 ഇൻഡെക്സ് മാർക്ക്. 1530 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. KN എന്ന് സൂചിപ്പിക്കുന്നത് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. KN അതിലെ കട്ട് ഓഫ് 294.16 ആണ് ഇൻഡെക്സ് മാർക്ക്. 3528 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 19 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. KU എന്ന് സൂചിപ്പിക്കുന്നത് കുടുംബി എന്ന് പറഞ്ഞ വിഭാഗമാണ്. കുടുംബി കമ്മ്യൂണിറ്റിയിൽ കിട്ടിയിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 276.67 ആണ്. 10885 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 22 ആണ്
കമ്മ്യൂണിറ്റി റാങ്ക്. ST ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ 201.67 ആണ് കട്ട് ഓഫ്. തിരുവനന്തപുരം നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കട്ട് ഓഫ് 201.67 ആണ്. 56,773 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 330 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. PD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണ്. 200 ഇൻഡെക്സ് മാർക്കാണ് കട്ട് ഓഫ്. 57,319 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. CC എന്ന കാറ്റഗറി, അതായത് ചിൽഡ്രൻ ഓഫ് സിവിലിയൻ കിൽഡ് ഇൻ ആക്ഷൻ സ്പെഷ്യൽ റിസർവേഷൻ ആണ്. CC കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് 263.33 ആണ് മാർക്ക്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ട്രിവാൻഡ്രം അനക്സ് TXN എന്നാണ് കോഡ്. അവിടെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 28 പേരാണ് 100% ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾ. അവരുടെ തന്നെ റാങ്ക് വരുന്നത് അപ്പോൾ 298 തൊട്ട് 717 717 വരെ റാങ്കുള്ള വിദ്യാർത്ഥികൾ, അവർക്കെല്ലാം 300 ആണ് ഇൻഡെക്സ് മാർക്ക്. ട്രിവാൻഡ്രം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജില് അനക്സിൽ കട്ട് ഓഫിന്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. കട്ട് ഓഫ് വരുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ 299.17 ആണ് ഇൻഡെക്സ് മാർക്ക്. 994 സ്റ്റേറ്റ് റാങ്ക്. അടുത്തത് എക്കണോമിക്കലി ബാക്ക്വേർഡ് EW 296.67 ആണ് കട്ട് ഓഫ് ഇൻഡെക്സ് മാർക്ക്. 2272 ആണ് സ്റ്റേറ്റ് റാങ്ക് വരുന്നത്. 201 ആണ് കാറ്റഗറി റാങ്ക്. ഈഴവ റിസർവേഷനിൽ കട്ട് ഓഫ് വരുന്നത് 297.5 ആണ്. 1940 ആണ് സ്റ്റേറ്റ് റാങ്ക്. MU മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റിസർവേഷനിൽ വരുന്ന കട്ട് ഓഫ് 298.33 ആണ്. 1558 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 631 ആണ് കാറ്റഗറി റാങ്ക് വരുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു BH 298.33 ആണ് കട്ട് ഓഫ്. 1724 ആണ് സ്റ്റേറ്റ് റാങ്ക് വരുന്നത്. 74 ആണ് കാറ്റഗറി റാങ്ക് വരുന്നത്. SC ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ വരുന്നത് 289.17 ആണ് കട്ട് ഓഫ്. 5549 ആണ് സ്റ്റേറ്റ് റാങ്ക്. 143 ആണ് കാറ്റഗറി റാങ്ക്. വിശ്വകർമ്മ കാറ്റഗറിയിൽ 296.67 ആണ് കട്ട് ഓഫ് വരുന്നത്. 2237 സ്റ്റേറ്റ് റാങ്കും 62 കാറ്റഗറി റാങ്കുമാണ്. അടുത്തത് ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞ LC എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അതിൽ 295 ആണ് കട്ട് ഓഫ് ഇൻഡെക്സ് മാർക്ക്. 3060 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 69 ആണ് കമ്മ്യൂണിറ്റി ഓർ കാറ്റഗറി റാങ്ക്. BX എന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 298.34 ആണ് ഇവിടെ കട്ട് ഓഫ്. 1464 ആണ് റാങ്ക്. 11 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. DV ധീവരയാണ് കട്ട് ഓഫ് 290 ആണ്. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 5142 ആണ്. ധീവരയിലെ കമ്മ്യൂണിറ്റി റാങ്ക് 36. അടുത്തതായിട്ട് KN ആണ്. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ് KN. കട്ട് ഓഫ് 290 ആണ്. 5257 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 21 ആണ് കാറ്റഗറി റാങ്ക്. KU കട്ട് ഓഫ് മാർക്ക് 268.34. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 17,125 ആണ്. 32 ആണ് കാറ്റഗറി റാങ്ക്. അടുത്തതായിട്ട് ST ആണ്. 241.67 ആണ് ഇവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 34,620 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 88 ആണ് കമ്മ്യൂണിറ്റി റാങ്ക്. PD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതിൽ വരുന്ന കട്ട് ഓഫ് 195 ആണ്. 58,874 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ഇത്രയുമാണ് ട്രിവാൻഡ്രത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ, അതായത് മെയിനും അനക്സും അവിടെയുള്ള മാർക്കുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അഡ്മിറ്റഡ് ആയ സ്റ്റുഡൻസിന്റെ. രണ്ടാം സ്ഥാനത്ത് എനിക്ക് തോന്നിയ കോളേജുമായിട്ട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഏതാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത കോളേജിന്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നു, അതിൻ്റെ അടുത്ത മറ്റന്നാൾ അങ്ങനെയായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഈ കണക്കുകളൊക്കെ വെച്ചിട്ട്. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.